സംഖ്യകളെ അവയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു എക്സൽ ഫോമുലയും ഒരു എക്സൽ പ്രോഗ്രാമും ഇതിന് മുന്നത്തെ 2 വീഡിയോകളിലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇതേ കാര്യം ഗൂഗിൾ ഷീറ്റ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതായത് ഗൂഗിൾ ഷീറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്പേഴ്സിനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകളാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്പേഴ്സിനെ ഇംഗ്ലീഷ് വാക്കുകളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ഫംഗ്ഷൻ ഇതുവരേക്കും ഗൂഗിൾ ഷീറ്റ്സിലില്ല. സോ അലക്സാണ്ടർ ഇവാനോവ് എന്നൊരു ഡെവലപ്പർ ക്രിയേറ്റ് ചെയ്ത ഒരു കസ്റ്റം ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് സംഖ്യകളെ നമ്മൾ ഇംഗ്ലീഷ് വാക്കുകളാക്കി മാറ്റുക. ഈ ഫംഗ്ഷൻ ഗൂഗിൾ ഷീറ്റ്സിലേക്ക് കിട്ടാനായിട്ട് ഗൂഗിൾ ഷീറ്റ്സിലെ എക്സ്റ്റൻഷൻസ് എന്ന ടാബിൽ പോവുക. ആഡ് ഓൺസ്, ഗെറ്റ് ആഡ് ഓൺസ്, ഗൂഗിൾ വർക്ക് സ്പേസ് മാർക്കറ്റ് പ്ലേസ് എന്നൊരു ഡയലോഗ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. ഇനി സെർച്ച് ബോക്സ് ഉപയോഗിച്ച് നമ്പർ ടെക്സ്റ്റ് എന്ന ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യാം. നമ്പർ ടെക്സ്റ്റ്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇൻസ്റ്റാൾ, കണ്ടിന്യൂ. നമ്മളുടെ ജിമെയിൽ അക്കൗണ്ട് അഥവാ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഈ നമ്പർ ടെക്സ്റ്റ് എന്ന ആപ്ലിക്കേഷൻ ഏതൊക്കെ വർക്ക്ഷീറ്റിൽ ഉപയോഗിക്കുന്നോ ആ വർക്ക്ഷീറ്റുകളെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷനാണ് ഇവിടെ ചോദിക്കുന്നത്. പെർമിഷൻ അലോ ചെയ്യാനായിട്ട് അലോ. നമ്പർ ടെക്സ്റ്റ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടു. ഡൺ. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്പർ ടെക്സ്റ്റ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്പർ ടെക്സ്റ്റ്, മണി ടെക്സ്റ്റ് എന്നിങ്ങനെ 2 ഫങ്ഷൻസാണ് ഗൂഗിൾ ഷീറ്റ്സിലേക്ക് നമുക്ക് കിട്ടുക. ഈ ഡയലോഗ് ക്ലോസ് ചെയ്യുന്നു. ഇനി ഇവിടെ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്ത് ഈക്വൽ NUM എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്പർ ടെക്സ്റ്റ് എന്ന ഫംഗ്ഷൻ സജഷനിൽ കാണാം. നമ്പർ ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് നമ്പേഴ്സ് ഇൻറ്റു വേർഡ്സ്. ഈ ഫംഗ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഫംഗ്ഷനുള്ളിൽ ഏതെങ്കിലും ഒരു സംഖ്യ കൊടുക്കുക. 157 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. നോക്കുക, 157 എന്ന സംഖ്യയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകൾ ഇവിടെ കിട്ടി. 157. ഇനി ഈ സംഖ്യ ഞാൻ ചേഞ്ച് ചെയ്യുന്നു. 4587. എൻ്റർ. നോക്കുക, റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ട കാണാം. ഇനി ഈ കാണുന്ന സംഖ്യകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകൾ ഇവിടെ കിട്ടാനായിട്ട് ഈക്വൽ നമ്പർ ടെക്സ്റ്റ്, സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഈ ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. നോക്കുക, ഈ കാണുന്ന ഓരോ സംഖ്യയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകൾ ഇവിടെ കിട്ടി. ഇനി ഈ കാണുന്ന ഓരോ വാക്കുകളുടെയും ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരമാക്കി മാറ്റണമെങ്കിൽ ഈ ഫോമുലയ്ക്ക് മുന്നിൽ പ്രോപ്പർ ഫംഗ്ഷൻ ഉപയോഗിക്കുക. പ്രോപ്പർ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഈ ഫോമുല താഴെ കോപ്പി ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ 2 ഫങ്ഷൻസാണ് നമ്പർ ടെക്സ്റ്റ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഗൂഗിൾ ഷീറ്റ്സിലേക്ക് കിട്ടുന്നത്. ഒന്ന് നമ്പർ ടെക്സ്റ്റ്, 2 മണി ടെക്സ്റ്റ്. സംഖ്യകളെ കറൻസി ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാനാണ് മണി ടെക്സ്റ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഈക്വൽ മണി ടെക്സ്റ്റ് 15, ഡബിൾ കോട്ട്സ് USD ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഫോമുല $15 എന്ന് റിട്ടേൺ ചെയ്തു. ഇനി ഈ സംഖ്യ ഞാൻ ചേഞ്ച് ചെയ്യുന്നു. അതിനനുസരിച്ച് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ട കാണാം. ഇനി ഈ കാണുന്ന സംഖ്യകളെ ഇന്ത്യൻ റുപ്പിയിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈക്വൽ മണി ടെക്സ്റ്റ്, സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, ഡബിൾ കോട്ട്സ് INR ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. 1 ഇന്ത്യൻ റുപ്പി. ഇനി ഫോമുല താഴെ കോപ്പി ചെയ്യുന്നു. ₹35.50. നമ്മൾ ഈ കണ്ട നമ്പർ ടെക്സ്റ്റ് ഫംഗ്ഷൻ മലയാളം ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ നിങ്ങളുടെ പ്രോഗ്രാമിംഗ് താല്പര്യമുള്ളവർക്ക് മലയാളം ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്ന, അതായത് സംഖ്യകളെ മലയാളം വാക്കുകളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. മറ്റൊരു ഓഫീസ് പ്രൊഡക്ടിവിറ്റി ടിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.